പത്തനംതിട്ടയിലെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ഒരു അപകടത്തിൽപ്പെട്ടു. അത് വണ്ടിയൊക്കെ അദ്ദേഹത്തിൻ്റെ വണ്ടി 3-4 തവണ മറിഞ്ഞു, കരണം മറിയുകയൊക്കെ ചെയ്തു. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് നോക്കാം. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഈ പരിപാടിയിൽ. ഇപ്പൊ എത്ര ദിവസമായി ഇത് സംഭവിച്ചിട്ട്? ഇപ്പം ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട് ഇപ്പോൾ സംഭവിച്ചിട്ട്. അങ്ങ് ഏത് വഴിക്ക് പോകുമായിരുന്നു? ഞാൻ ഒരു ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോകുന്ന വഴിക്കാണ് കോന്നി ഭാഗത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടായത്. എങ്ങനെയായിരുന്നു? നിങ്ങൾ വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നോ അതോ എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായതെന്ന് പറയാമോ? എൻ്റെ വണ്ടിയിൽ എൻ്റെ ഗൺമാനും ഡ്രൈവറുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ ഞാനുമാണ് ഉണ്ടായിരുന്നത്. 3 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫീൽഡ് വിസിറ്റ് കഴിഞ്ഞ ശേഷം ഉച്ച ഒരു 3:30 സമയമൊക്കെ ആകുമ്പോഴാണ് അതുവഴി വരുന്നത്. അപ്പോൾ വന്ന സമയത്ത് നമുക്ക് ആ പുല്ലൂർ മൂവാറ്റുപുഴ ഹൈവേയിലായിരുന്നു. അപ്പോൾ നമ്മുടെ എതിർഭാഗത്ത് നിന്നും ഒരു മൂന്ന് വണ്ടികളാണ് തോന്നുന്നു, 3 വണ്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ 3 വണ്ടികളുടെ പുറകിൽ നിന്ന് ഒരു ഇന്നോവ വളരെ സ്പീഡിൽ ഈ 3 വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറി പോകാൻ നോക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എതിർദിശയിൽ വന്ന ശേഷം ഈ വണ്ടി വിചാരിച്ച സ്പീഡ് ആ വണ്ടിക്ക് കിട്ടിയില്ല. പക്ഷെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഈ ഒരു വണ്ടി ഇടിക്കുമെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞങ്ങൾ എൻ്റെ ഡ്രൈവർ വണ്ടി സൈഡിലേക്ക് ഒതുക്കി. പക്ഷേ അപ്പോഴത്തേന് സമയം പോയിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മിഡിൽ പോർഷൻ വണ്ടി ഇടിച്ചു. അതായത് കാറിൻ്റെ ഡോർ സൈഡിൽ വണ്ടി ഇടിച്ച ശേഷം നേരെ ടയറിലേക്ക് വണ്ടി ഇടിച്ചു. അങ്ങനെ ടയറിൽ വണ്ടി ഇടിച്ചപ്പോഴാണ് വണ്ടി തലകുത്തനെ മറിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണ് ഒരു അപകടം ഉണ്ടായതെന്ന് പറഞ്ഞ സമയത്ത്. അങ്ങനെ എന്തെങ്കിലും പരിക്ക് പറ്റുമോ, എന്തെങ്കിലും ചെയ്തോ ഈ അപകടത്തിൽ? ഇല്ല, അതാണ് എല്ലാവരും പറയുന്നത്. കാര്യം വെച്ചാൽ വേറെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ ഒരു കഴുത്തിനൊരു ഉളുക്ക് അങ്ങനെ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നതുകൊണ്ട് അതേ പൊസിഷൻ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ഉളുക്ക് മാത്രം ഗൺമാൻ്റെ കഴുത്തൊന്ന് ഉളുക്കി. പിന്നെ കയ്യിൽ ആ ഒരു കൈ ഭാഗത്ത് ജസ്റ്റ് ഒരു ഈ പറഞ്ഞ നമ്മളുടെ ആ ഗ്ലാസ്, ഫ്രണ്ടിലത്തെ ഗ്ലാസ് പൊട്ടിയത് കൊണ്ട് ആ ചീളുകൾ തെറിച്ചിട്ട് ചെറിയൊരു മുറിവ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സ്വകാര്യം ചോദിക്കട്ടെ, നന്നായിട്ട് പേടിച്ചോ? പിന്നെ എന്തായാലും ഇന്നേരം വലിയൊരു ആക്സിഡന്റ്. അപ്പൊ ആക്ച്വലി അന്ന് പേടിച്ചില്ല, അന്ന് നമുക്ക് ഒട്ടും പേടിയുണ്ടായില്ല. അന്ന് ആ ആക്സിഡന്റ് ഷോക്ക് കാരണം അന്ന് പേടിയുണ്ടായില്ല. പക്ഷെ പിറ്റേ ദിവസം ഈ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും ശരിക്കും പേടിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് നാൾ ഒരാഴ്ച എടുത്തു നമുക്ക് ആ ഒരു ഷോക്കിൽ നിന്നും റിക്കവർ ആവാൻ. കാര്യം ഒരു ഇഞ്ചിന്റെ വ്യത്യാസത്തിലാണ് ഹെഡ് ഓൺ കൊളീഷൻ ഒഴിവായത്. പിന്നെ മാത്രമല്ല വണ്ടി കീഴ്മേൽ മറിഞ്ഞിട്ടും ഞങ്ങൾ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരുന്നുകൊണ്ട് അതേ പൊസിഷനിൽ ഇരുന്നു. അതിൽ സീറ്റ് ബെൽറ്റ് ഇട്ടാൽ പോലും ചിലപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ ഒടിയേണ്ടതാണ് ചില സമയത്തൊക്കെ എന്നാണ്. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് അത് ഓർത്തിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു കുറച്ച് നാളത്തേക്ക്. ഓക്കെ, എന്തായാലും അങ്ങ് പത്തനംതിട്ട ജില്ലയ്ക്ക് അങ്ങേ ആവശ്യമുണ്ട്, അതുകൊണ്ടായിരിക്കാം ഒന്നും സംഭവിക്കാഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം ഈ പരിപാടിയിൽ പങ്കെടുത്തതിന്. താങ്ക് യു. അതെ. പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ IAS സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഞ്ചരിച്ച വാഹനം 3-4 മറിഞ്ഞു. നമുക്ക് ആ വാഹനത്തിൻ്റെ ദൃശ്യം കൂടി കാണിച്ചു തരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.